തേലക്കാട്ടച്ചൻ PC ജോർജിനെതിരെ ഒരു പ്രസ്താവന ഉന്നയിക്കുകയുണ്ടായി. ഈ പ്രസ്താവനയിൽ ക്രൈസ്തവർ മുഴുവനായി PC ജോർജിനെതിരാണ് എന്നൊരു തോന്നലുണ്ടോ സാറിന്? PC ജോർജിന് എതിരായിട്ടാണ് ന്യൂസ് 18-ൽ പോൾ തേലക്കാട്ടച്ചൻ സംസാരിച്ചത്. പക്ഷെ പോൾ തേലക്കാട്ടച്ചൻ എങ്ങനെയാണ് കുറേ നാളായിട്ട് സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് കല്ലറങ്ങാട്ട് പിതാവ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അതിനെയും എതിർത്ത് പോൾ തേലക്കാട്ടച്ചൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. പക്ഷെ അത് ക്രൈസ്തവരുടെ മൊത്തം കാഴ്ചപ്പാടല്ല. ഇത് നമ്മുടെ ന്യൂസ് 18 അല്ലെങ്കിൽ മീഡിയ 1 അങ്ങനെയൊക്കെയുള്ള ചാനലുകളുടെ ഒരു ആസ്ഥാന കലാകാരനാണ് പോൾ തേലക്കാട്ടച്ചൻ. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട്, ഷൈജു ആൻ്റണി എന്ന് പറഞ്ഞു. ഇവരൊക്കെയാണ് ഈ പറഞ്ഞ ചാനലുകളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ പോൾ തേലക്കാട്ടച്ചന് എന്താണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇത് പൊതുവിൽ ഇപ്പോൾ ക്രിസ്ത്യൻസിന് അങ്ങനെയല്ല കാഴ്ചപ്പാട്. കല്ലറങ്ങാട്ട് പിതാവ് ഈ ലവ് ജിഹാദിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ, അതേപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻസിൽ തന്നെ പലരും അതിനെ എതിർത്തായിരുന്നു. ഇത് അങ്ങനെ സമൂഹത്തിലോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രിസ്ത്യൻസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യൻസിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ ഹിന്ദുക്കളിലും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. BJP-യോടുള്ള പഴയ എതിർപ്പ് ഇപ്പോൾ ക്രിസ്ത്യൻസിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ PC ജോർജ് പറഞ്ഞതിന് പോൾ തേലക്കാട്ടച്ചനെ എതിർത്ത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി കാസ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാസ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അവർ ഈ കാസ പ്രഖ്യാപിച്ചിരിക്കുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ തേലക്കാട്ടച്ചൻ ക്രൈസ്തവ സമൂഹത്തിന് പൊതുശല്യമാണ്, മാത്രമല്ല വ്യാജരേഖ കേസിൽ പെട്ടയാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യാജരേഖ കേസിൽ പെട്ട ആളെ കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പോൾ തേലക്കാട്ടച്ചൻ ഇങ്ങനെ ഈ ക്രൈസ്തവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ന്യൂസ് 18 അല്ലെങ്കിൽ മീഡിയ 1 അല്ലെങ്കിൽ ഹാഷ്മി മുതലായ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ വിളിക്കുന്നത് പോൾ തേലക്കാട്ടച്ചനെയാണ്. അവരൊരു ഡെഫിനറ്റ് റിപ്ലൈ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ദി വ്യൂ ഓഫ് ദി ക്രിസ്ത്യൻസ് ഇൻ ജനറൽ. ക്രിസ്ത്യൻസിന് ഉള്ള കാഴ്ചപ്പാട് അതല്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PC ജോർജ് പറഞ്ഞതിലൊക്കെ വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള കാര്യങ്ങൾ വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൈറലായിരുന്നു ഒരു സമയത്ത്. അതേപോലെ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വൈറലായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും ആരും പോലീസ് ആക്ഷനോ അല്ലെങ്കിൽ പോലീസ് കേസൊന്നും കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ ഇത് PC ജോർജിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവിൽ ക്രിസ്ത്യൻ കാഴ്ചപ്പാടായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്റ്റ് ലെജിറ്റിമേറ്റ് ആയിരുന്നു എന്നും പറഞ്ഞിട്ടൊക്കെ കുറേ പ്രഖ്യാപനങ്ങൾ. അതൊക്കെ വാട്സാപ്പിൽ വൈറലായിട്ട് അല്ലെങ്കിൽ പല രീതിയിലും നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ക്രൈസ്റ്റ് ലെജിറ്റിമേറ്റ് ആയിരുന്നു എന്ന് ഉസ്താദുമാർ പറയുമ്പോൾ ആരും പോലീസ് കേസിന് പോകുന്നില്ല, ആരും അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കണമെന്നും പറയുന്നില്ല. അതേപോലെ LDF UDF ആണെങ്കിൽ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അവർ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നങ്ങൾ വരുമ്പോഴോ LDF UDF ഒരിക്കലും ക്രിസ്ത്യൻസിന് അനുകൂലമായിട്ടൊന്നും പറയാറില്ല. പറയുകയാണെങ്കിൽ തന്നെ BJP കേരളത്തിൽ ക്രിസ്ത്യൻസിന് അനുകൂലമായിട്ട് പറയുന്നത് BJP മാത്രമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പോൾ തേലക്കാട്ടച്ചൻ ഇതിൽ അഭിപ്രായം പറയാതെ തന്നെ ക്രിസ്ത്യൻസിന് ഒക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും മറ്റു രീതിയിലുമൊക്കെ അവർക്കത് അറിയാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പിന്നെ ക്രിസ്ത്യൻസിന് പൊതുവിൽ ഇപ്പോൾ ഒരു കാഴ്ചപ്പാടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PC ജോർജിനെ ഇങ്ങനെ ഒറ്റപ്പെടാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. TJ ജോസഫ് സാറിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. ഈ കൈവിട്ട് കേസും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നു. അന്ന് സഭ TJ ജോസഫിനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞായിരുന്നു. അങ്ങനെ ഒരു മിസ്റ്റേക്ക് സഭ റിപ്പീറ്റ് ചെയ്യരുതെന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ ക്രിസ്ത്യൻസിൻ്റെ അഭിപ്രായമായിട്ട് കാണുന്നത്. പിന്നെ പോൾ തേലക്കാട്ടച്ചൻ എപ്പോഴും പറയുന്നത് ലവ് ജിഹാദിന് തെളിവുണ്ടോ, കോടതി അതിന് ഈ ലവ് ജിഹാദിനെതിരെ വിധി പ്രഖ്യാപിച്ചോ എന്നൊക്കെ പറഞ്ഞു. കോടതി ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് കോടതിക്ക് അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. ഉദാഹരണത്തിന് നിയമസഭ തല്ലിപ്പൊളിക്കുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് TV-യിൽ കണ്ടു. നമുക്കറിയാൻ സംഭവങ്ങൾ നടന്നു. അത് നമ്മൾ TV-യിൽ കണ്ടപ്പോൾ നമ്മൾ കൺവിൻസ്ഡായി. പക്ഷേ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കോടതിക്ക് അതിൻ്റേതായ സമയവും പ്രൊസീജിയറും ഉണ്ട്. കോടതിയുടെ രീതിയിൽ പോയിക്കോട്ടെ. ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുടേതായ രീതിയിൽ പോകും. നിയമസഭ തല്ലിപ്പൊളിച്ചത് നമ്മളെല്ലാവരും കണ്ടു, നമ്മൾ കൺവിൻസ്ഡാണ്. അപ്പോൾ അതേപോലെ ലവ് ജിഹാദിൻ്റെ കേസിൽ കോടതിയുടെ ഡയറക്ഷനോ
അല്ലെങ്കിൽ ഹിൻസ് കിട്ടാതെ തന്നെ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സത്യസരണിയുടെയൊക്കെ റോള് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോടതി ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ലവ് ജിഹാദില്ല എന്ന് പറയാനായിട്ട് ക്രിസ്ത്യൻസ് തയ്യാറായിരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഹമാസിനെയും താലിബാനെയൊക്കെ തലോടി കുറേ പേര് നടക്കുന്നുണ്ട്. അതിലൊന്നും ആരും ഒരു പോലീസ് കേസിനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഹമാസിനെ പറ്റി ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഹമാസ് ഒരു നിരോധിത സംഘടനയാണ്. ഇറ്റ് ഹാസ് ബിൻ ഡെസിഗ്നേറ്റഡ് എ ടെറർ ഓർഗനൈസേഷൻ. അത് അമേരിക്ക ഇതിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം ഇതിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇതിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാരണങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക് റീസൺസ് ഉണ്ട്. കാരണം പാലസ്തീനുമായിട്ട് സിമ്പതി പ്രകടിപ്പിക്കാൻ ഇന്ത്യ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഹമാസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇന്ത്യ ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ടെറർ ഓർഗനൈസേഷനായിട്ട് ഇന്ത്യയും പ്രഖ്യാപിക്കണമെന്ന്. പക്ഷേ ഇന്ത്യ അത് ചെയ്തിട്ടില്ല. പക്ഷേ ലോകത്തിലെല്ലാവരും ഹമാസിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. പലരും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ ഹമാസിൻ്റെ നേതാക്കളുമായിട്ട് ഓൺലൈനൊക്കെ ആയിട്ട് വേദികൾ പങ്കിടുന്ന ഒരു ടെൻഡൻസി ഉണ്ട് കേരളത്തിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ട് പോലീസ് ആക്ഷനൊന്നും ഇല്ലാതിരിക്കുന്നു. പി സി ജോർജ് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉടനെ ചാടി വീഴുന്നു. അതിനോട് ക്രിസ്ത്യൻസിന് വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും അത് വർഗീയതയല്ലേ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും അവരവരുടേതായ സുരക്ഷിതത്വം നോക്കണം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും അത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല, ഈ സഭയുടെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ഈ തേലക്കട്ടച്ചനെ വിളിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യം എന്താണെന്നുള്ളത് ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ ആ സംശയം അദ്ദേഹം ഈ പറഞ്ഞ വ്യാജരേഖ കേസിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു ആളുമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം കേരളത്തിലെ ക്രിസ്ത്യൻസ് കൺവിൻസ്ഡ് ആകാൻ പോകുന്നില്ല. അവർ അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ പോൾ തേലക്കട്ടച്ചൻ്റെ വാക്കുകൾ, അദ്ദേഹം ഒരു സമയത്ത് ഈ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ മൂലമാണ് അദ്ദേഹത്തെ ഇതിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് പോൾ തേലക്കട്ടച്ചൻ എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻസിന് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല, പോലീസുകാർ ഇതിനെ പറ്റിയുള്ള അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കണമെന്ന്. പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്ന അഡ്വൈസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പേരും പറഞ്ഞ് ഒരു ലീഗൽ ആക്ഷന് പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പോൾ തേലക്കട്ടച്ചൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ. അതാണ് എനിക്ക് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.